നമുക്ക് വീണ്ടും മറ്റ് വളരെ പ്രധാനപ്പെട്ട രണ്ട് അതിഥികളാണ് നമ്മോടൊപ്പം എത്തിയിട്ടുള്ളത്. പ്രിയപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ്, ഒപ്പം വൈസ് പ്രസിഡന്റ് സുധീഷ്. രണ്ടുപേരും നമുക്കറിയാം ഈ ഒരു വളരെ മനോഹരമായി 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം വീണ്ടും തൃശ്ശൂരിൻ്റെ മണ്ണിലേക്ക് കടന്നു വരുമ്പോൾ 2018 ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്നു. അന്ന് നമ്മൾ ഇതുപോലെയുള്ളൊരു കലോത്സവം ഇവിടെ നടന്നപ്പോൾ പങ്കെടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ എന്തായാലും വളരെ പ്രധാനപ്പെട്ട ചുമതലകൾ വഹിക്കുന്ന വ്യക്തികളാണ്. എങ്ങനെ പോകുന്നു ഈ ഒരു ഇത്രയും ദിവസം 4ാം ദിവസത്തിലേക്ക് കലോത്സവം എത്തി നിൽക്കുമ്പോൾ അതിൻ്റെ തിരക്കും ഒരുക്കങ്ങളും എങ്ങനെയായിരുന്നു? ടെൻഷൻ ഉണ്ടായിരുന്നു, അതോ ഭംഗിയായിട്ട് പോകുന്നുണ്ട്? നമ്മൾ ഇത് കാണുമ്പോൾ ഒരു അതിശയമാണ് തോന്നുന്നത്. തൃശ്ശൂർ പൂരത്തിന് സമാനമായിട്ടുള്ള ഒരു ജനങ്ങളുടെ ഒഴുക്കാണ് യഥാർത്ഥത്തിൽ ഈ കലോത്സവത്തിൻ്റെ ഈ മേഖലകളിലൊക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. ഇന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ ചെല്ലുമ്പോഴാണ് ഏകദേശം 25,000 ആളുകൾ ആ ഭക്ഷണശാലയിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത്. ഒരുപക്ഷെ മുൻകാലങ്ങളിൽ നടന്നിട്ടുള്ള എല്ലാ കലോത്സവങ്ങളെക്കാൾ വളരെ നല്ല രീതിയിൽ സംഘാടനത്തിലും മറ്റെല്ലാ കാര്യത്തിലും മികവ് പുലർത്താൻ കഴിഞ്ഞിട്ടുള്ള ഒരു കലോത്സവമാണ് നാളെ സമാപിക്കാൻ പോകുന്നത്. നമുക്കറിയാം, തൃശ്ശൂർ എന്ന് പറയുന്ന സാംസ്കാരിക തലസ്ഥാനമാണ്. സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിൻ്റെ മണ്ണിലേക്ക് കൗമാര കലയുടെ ഒരു കേളികൊട്ട് ഉയർന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ ആ ആശങ്കയ്ക്കൊക്കെ അസ്ഥാനമാക്കിക്കൊണ്ട്, അതുപോലെ അതിന് യാതൊരു പങ്കുമില്ല എന്ന് ധരിക്കുന്ന രീതി അപ്രസക്തമാക്കിക്കൊണ്ട് വലിയ രീതിയിലുള്ള പങ്കാളിത്തം, ജനങ്ങളും ഈ പരിപാടി കാണാൻ വേണ്ടി ഒഴുകിയെത്തുക എന്നുള്ളതാണ്. സാധാരണയായിട്ട് നടക്കുമ്പോൾ പല മത്സരങ്ങളും നടക്കുന്നിടത്ത് ആളുകളുണ്ടാവില്ല കാണികളായിട്ട്. പക്ഷെ ഇവിടെ കാണികൾ കൊണ്ട് തിങ്ങി നിറഞ്ഞ് അവിടേക്ക് കടക്കാൻ പോലും കഴിയാതെ വീർപ്പ് മുട്ടുന്നൊരു സാഹചര്യം പുറത്തു നിൽക്കേണ്ട ഒരു സാഹചര്യം തന്നെയാണ്. ഇപ്പോൾ വൈകി വന്നവരൊക്കെ ശരിക്കും പറഞ്ഞാൽ പുറത്ത് നിന്ന് ഡാൻസും പരിപാടിയൊന്നും കാണാൻ പറ്റാത്തതിൻ്റെ ഭാഗമായി ഇച്ഛാഭംഗത്തോടു കൂടി നിൽക്കുന്ന കാഴ്ച കണ്ടിട്ടാണ് ഞാൻ ഈ നമ്മുടെ ഈ ഫ്ലോറിലേക്ക് എത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഒരു വലിയ സംഭവമാണ് ഇത്. അടുത്തു വരുന്ന യുവജനോത്സവത്തിലും ഇത് ഓർമ്മിക്കപ്പെടും. ഇത് ചരിത്രത്തിൽ തങ്കലിപികളിൽ രേഖപ്പെടുത്താവുന്ന ഒരു യുവജനോത്സവമായി മാറിയിരിക്കുകയാണ്. ഈ ആതിഥ്യം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. നാളെ മോഹൻലാൽ കൂടി എത്തുന്നതോടുകൂടി ഇത് സമാപിക്കുകയാണ്. പക്ഷേ തീർച്ചയായും കലാശക്കൊട്ട് ശരിക്കും വളരെ ആവേശത്തോടുകൂടി നടക്കും. ഒരു ജനസാഗരത്തെ നമുക്ക് നാളെ ഇവിടെ പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും എങ്ങനെയാണ് തൃശ്ശൂർ അതിനെ ഉൾക്കൊള്ളുക എന്നറിയാൻ പാടില്ലാത്ത തരത്തിലാവും ജനങ്ങളുടെ ഒഴുക്ക്. ഇപ്പം തന്നെ പലരും ആശങ്ക ഞങ്ങളോട് പങ്കുവെച്ചു. എങ്ങനെ നാളെ ഈ പരിപാടി നടത്തിക്കൊണ്ട് പോകാൻ കഴിയും, എങ്ങനെ സാധിക്കും എന്നുള്ളൊരു ആശങ്കയുണ്ട്. പക്ഷേ അതിനാവശ്യമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ജില്ലാ ഭരണകൂടവും വിദ്യാഭ്യാസ വകുപ്പും കോർപ്പറേഷനും ജില്ലാ പഞ്ചായത്തും എല്ലാം ചേർന്നുകൊണ്ട് നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് യാതൊരു രീതിയിലും ആരും ആശങ്കപ്പെടേണ്ട കാര്യമില്ല. മുഴുവൻ ആളുകളെയും തൃശ്ശൂരിൻ്റെ മണ്ണിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. എത്ര പേര് വന്നാലും എല്ലാവർക്കും സൗകര്യപ്രദമായി സമാധാനമായി പ്രോഗ്രാമുകളിൽ പങ്കെടുക്കാനുള്ള അവസരമാണ് ഒരുക്കുന്നത്. ഇനി സുധീഷ് ചേട്ടൻ, എങ്ങനെയാണ് ഇപ്പം രണ്ടുപേരും ചുമതലയേറ്റതിന് ശേഷമുള്ള ആദ്യത്തെ ഒരു വലിയ ഇവന്റ് ആണ്? അതും തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ഒരു നമ്മുടെ അഭിമാനമാണ്, നമ്മുടെ ഒരു നമ്മുടെ പ്രസ്റ്റീജ് ഉയർത്തിപ്പിടിക്കേണ്ട ഒരു മുഹൂർത്തം കൂടിയാണ്. എത്രത്തോളം ഒരു റിസ്കോട് കൂടിയിട്ടാണ് ഈ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തത്? ഇതിവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ പൂരത്തിൻ്റെ നാടാണ്. ലോകം മുഴുവൻ തൃശ്ശൂരിനെ അറിയപ്പെടുന്നത് പൂരത്തിൻ്റെ നാട് എന്നുള്ള രീതിയിലാണ്. ആ പൂരത്തിൻ്റെ നാട്ടിൽ മറ്റൊരു പൂരമാണ് ഇപ്പോൾ ഈ 64ാം സ്കൂൾ കലോത്സവത്തിലൂടെ നമുക്ക് ദൃശ്യമാകുന്നത്. ഇവിടെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ വമ്പിച്ച ജനാവലിയാണ്. ഇപ്പോൾ സംഘനൃത്തം നടക്കുന്ന നമ്മുടെ 1-ാം നമ്പർ വേദിയിൽ അവിടെ ജനം തടിച്ചുകൂടിയിരിക്കുകയാണ്. അവിടെ ഞങ്ങൾക്ക് പോലും സീറ്റ് കിട്ടാതെ ജനം അതിലേക്ക് അടിച്ചു കയറുന്നതായിട്ടുള്ള സ്ഥിതിവിശേഷമാണ് ഉള്ളത്. തീർച്ചയായും ഈ കലോത്സവം വലിയ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായിട്ടുള്ള ഒരു കലോത്സവമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ, അതുപോലെ തന്നെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ വലിയ ഒരു മികച്ച സംഘാടനം കൊണ്ട് ശ്രദ്ധേയമായ ഒരു കലോത്സവമായിട്ട് നമ്മുടെ ഈ കലോത്സവം മാറിയിരിക്കുകയാണ്.
ഇതുവരെ പറയത്തക്ക രീതിയിലുള്ള യാതൊരുവിധ വലിയ അഭിപ്രായ വ്യത്യാസങ്ങളോ പരാതികളോ ഒന്നുമില്ലാതെ പഴുതടച്ച രീതിയിലാണ് നമ്മുടെ ഈ കലോത്സവം നടത്തുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ചും നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും അതുപോലെ തന്നെ സംഘാടക സമിതിയുടെ ചെയർമാനായിട്ടുള്ള രാജനും മറ്റ് എല്ലാ ഡിപ്പാർട്ട്മെന്റ് പ്രത്യേകിച്ചും നമ്മുടെ വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാർ, കളക്ടർ, അതുപോലെ തന്നെ ജനപ്രതിനിധികൾ, കോർപ്പറേഷൻ, ജില്ലാ പഞ്ചായത്ത്, ഇങ്ങനെ തുടങ്ങി എല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ട് ഒരു വലിയ സംഘാടനത്തിന്റെ സൗന്ദര്യമാണ് നമ്മുടെ ഈ കലോത്സവത്തിലൂടെ കൂട്ടായ്മയുടെ ഒരു സൗന്ദര്യമാണ് കാണുന്നത്. പ്രത്യേകിച്ചും കലോത്സവം എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയാണ്. അത് ഒരുമയുടെ ഒരു വലിയ സംഗീതമാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഈ കലോത്സവത്തിലൂടെ കാണുന്നത്. മത്സരം കാര്യങ്ങളൊക്കെ അവിടെ നടക്കട്ടെ, പക്ഷേ ജനങ്ങളുടെ ഏറ്റവും വലിയ മാനവികമായിട്ടുള്ള ഒരു ഐക്യമാണ് ഈ കലോത്സവത്തിലൂടെ ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രധാനമായിട്ടും നമ്മൾ ശ്രമിക്കുന്നത്. അതാണ് ഇവിടെ ഈ പൂരനഗരിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഇവിടെ സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ 3-4 ദിവസമായിട്ട് നടക്കുകയാണ്. നാളെ സമാപനമാണ്. സമാപനത്തിൽ നമ്മുടെ മലയാളത്തിൻ്റെ അഭിമാനമായിട്ടുള്ള മോഹൻലാൽ വരുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് നമ്മുടെ ഈ കലോത്സവം ഉദ്ഘാടനം ചെയ്തത്. തീർച്ചയായും കലോത്സവം സമാപിക്കുന്നതോട് കൂടിയിട്ട് നമുക്ക് ഈ കേരളത്തിന് അഭിമാനിക്കാവുന്ന രീതിയിലുള്ള ഒരു കലോത്സവമായി, കുട്ടികളുടെ ഒരു സർഗവസന്തമായി നമ്മളുടെ ഈ പൂരത്തിൻ്റെ നാട്ടിൽ ഇത് മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. തീർച്ചയായിട്ടും. ഒപ്പം ഒരൊറ്റ ചോദ്യം കൂടി ചോദിച്ച് ഞാൻ ഫ്രീ ആക്കാം. അത് പ്രസിഡന്റിനോടാണ്. മറ്റൊന്നുമല്ല, നമുക്കറിയാം ഇപ്പം സംഘനൃത്തം ഉൾപ്പെടെയുള്ള പ്രോഗ്രാമുകൾ വേദിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി വലിയ ഭാരിച്ച സാമ്പത്തിക ചെലവാണ് ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്ക് വരുന്നത്. ഓരോ അവരുടെ ആടയാഭരണങ്ങളും ഉപകരണങ്ങളും പ്രോപ്പർട്ടീസും എല്ലാം പുതിയതായിട്ട് ഉണ്ടാക്കണം. കാശ് ചോദിക്കാൻ തന്നെയാണ്, എനിക്ക് വേണ്ടിയല്ല. കാരണം ഇങ്ങനെ എ ഗ്രേഡ് നേടി, തൃശ്ശൂരിന് വേണ്ടി എ ഗ്രേഡ് നേടുന്ന ഇത്തരത്തിലുള്ള ഗ്രൂപ്പ് ഐറ്റംസിന് വരുന്ന ചിലവിലേക്ക് ഒരു പ്രോത്സാഹനം എന്ന നിലയിൽ ആ വിദ്യാലയങ്ങൾക്കോ അല്ലെങ്കിൽ ആ സംഘങ്ങൾക്കോ ജില്ലാ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു പരിഗണന, സാമ്പത്തികമായിട്ടുള്ള ഒരു പരിഗണന, ഒരു പിന്തുണ ഉണ്ടാകുമോ? അതിനുള്ള സാഹചര്യമുണ്ടോ? അത് പരിശോധിക്കാം. ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ അത് ചെയ്തു കൊടുക്കും. അതിനൊക്കെ പല നോംസും കണ്ടീഷൻസ് ഒക്കെ ഉണ്ടല്ലോ കൊടുക്കുന്ന കാര്യത്തിലൊക്കെ. അത് പരിശോധിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ തീർച്ചയായും തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് ഈ പാർട്ടിസിപ്പൻസിന് ഒപ്പം ഉണ്ടാകും എന്ന് ഉറപ്പ് നൽകുകയാണ്. തീർച്ചയായിട്ടും നല്ലൊരു കൈയടി നമുക്ക് കൊടുക്കാം. തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി മേരി തോമസ് ആണ് ഈ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. തൃശ്ശൂരിന് വേണ്ടി പോയിന്റ് നേടുന്ന, മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന, വിശേഷിച്ചും ഗ്രൂപ്പ് ഐറ്റംസിൽ വലിയ ചെലവ് വരുന്ന ഗ്രൂപ്പ് ഐറ്റംസ് അവതരിപ്പിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അർഹമായ ഒരു പരിഗണന, അത് തുടർന്നുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതിനുശേഷമായിരിക്കും തീരുമാനമാവുക. പക്ഷേ അതിനുവേണ്ടി അനുഭാവപൂർവ്വമുള്ള, ഏറ്റവും സ്നേഹപൂർവ്വമുള്ള പരിഗണന ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിയിരിക്കുകയാണ്. ഒരുപാട് സന്തോഷം കലോത്സവ നഗരിയിൽ ഈ തിരക്കുകൾക്കിടയിൽ ടീം TCVയുടെ ഈ ഒരു കലോത്സവ സ്റ്റുഡിയോയിൽ വന്നതിനും വിശേഷങ്ങൾ പങ്കുവച്ചതിനും. താങ്ക് യു. സന്തോഷം. താങ്ക് യു സുധീഷ് ചേട്ടാ. താങ്ക് യു.